ഗാസയിൽ തീമഴ പെയ്ച്ച് വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം. ഗാസയിൽ കഴിഞ്ഞ 48 മണിക്കൂറുകളിൽ അതിമാരകമായ വ്യോമാക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയത്. ഖാൻ യൂനിസിൽ, റഫയ്ക്ക് സമീപമുള്ള മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലിൻ്റെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ ആക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നാണ് ഇസ്രായേൽ സേന ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഗാസയിൽ ഇനി അവശേഷിക്കുന്നത് വളരെ കുറച്ച് ഹമാസ് ഭീകരന്മാർ മാത്രമേ ഉള്ളൂ. 2023 ഒക്ടോബർ മാസം 7 തുടങ്ങിയ യുദ്ധം 2 വർഷങ്ങൾക്കിപ്പുറം അതേ ശക്തിയോടുകൂടി ഇസ്രായേൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കടന്നു കയറി നടത്തിയ കൊടും ക്രൂരത, കൊടും പാതകം, 1400-ലധികം ആളുകളെ നിഷ്കരുണം വധിച്ച ഹമാസിൻ്റെ ക്രൂരത, 200 മുതൽ 300 വരെ ആളുകളെ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അവരിൽ ഭൂരിപക്ഷം പേരെയും നിരവധി തവണ മാസങ്ങളോളം അതിക്രൂരമായി പീഡിപ്പിച്ച് വധിച്ച ഹമാസിൻ്റെ ക്രൂരത, അതിന് എണ്ണി മറുപടി പറയുകയാണ് ഇസ്രായേലി സേന. ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഒക്ടോബർ 7 കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്ത ഹമാസ് ഭീകരനെ വധിച്ചിരിക്കുന്നു. മുഹമ്മദ് അൽ ഖലീൽ എന്ന പേരുള്ള ഹമാസിന്റെ പ്രാദേശിക കമാൻഡറെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു. ഇയാൾ 2023 ഒക്ടോബർ മാസം 7 ഇസ്രായേലിനുള്ളിൽ കടന്നു കയറുകയും നിരവധി ഇസ്രായേലികളെ വധിക്കുകയും ഇസ്രായേലിൻ്റെ വനിതാ സൈനിക നിയോ മാഴ്സിയാനോ എന്ന ഇസ്രായേലിൻ്റെ വനിതാ സൈനികയുടെ കൊലപാതകം നടത്തിയത് ഈ ഖലീൽ ആണെന്ന് ഇസ്രായേലി സേന വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നു. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മാസങ്ങളായി ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ആ കൊടും ഭീകരനെ കൂടി, ഇസ്രായേലിൻ്റെ വനിതാ സൈനികയെ വധിച്ച, ഇസ്രായേലിൻ്റെ വനിതാ സൈനികയെ കൊലപ്പെടുത്തിയ ആ കൊടും ഭീകരനെ കൂടി വധിച്ചിരിക്കുന്നു ഇസ്രായേലി സേന. പ്രതികാരം അത് വീട്ടാനുള്ളതാണ്. അതൊരിക്കൽ കൂടി ലോകത്തോട് കാണിച്ചു കൊടുക്കുകയാണ് ഇസ്രായേലി സേന. ഹമാസിൻ്റെ ഭീകരന്മാരെ ഒന്നൊന്നായി ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ, കുട്ടികളെ, എന്തിനേറെ പറയുന്നു വൃദ്ധരെ പോലും വധിച്ച ഹമാസിൻ്റെ മനുഷ്യത്വമില്ലാത്ത ക്രൂരന്മാർക്കെതിരെ ഇസ്രായേലിൻ്റെ സേന, ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ആ സൈന്യം പ്രതികാരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രതികാരാഗ്നിയിൽ വെന്തുരുകുകയാണ് ഹമാസ്. ഒരു കാലത്ത് ഗാസയെ അടക്കി ഭരിച്ച, ഗാസയിൽ സമ്പൂർണമായ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഹമാസ് എന്ന ഭീകര സംഘടന ഇപ്പോൾ ഛന്ന ഭിന്നമായിരിക്കുന്നു. ഗാസയിൽ അവിടെവിടെയായി 1-2 ഇടങ്ങളിൽ പേരിനു മാത്രം സാന്നിധ്യമുള്ള ഒരു സംഘടനയായി ഹമാസ് മാറിയിരിക്കുന്നു. ഹമാസിൻ്റെ സമ്പൂർണ്ണ അന്ത്യം കുറിച്ചിരിക്കുന്നു ഇസ്രായേലി സേന. ഗാസയിൽ ഹമാസിൻ്റെ ഭീകരന്മാർ പേരിന് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഗാസയിൽ ഹമാസിൻ്റെ ഉന്മൂലനം സാധ്യമാക്കിയിരിക്കുന്നു ഇസ്രായേലി സേന. ഗാസയിൽ ഹമാസിനെ സമ്പൂർണമായി ഇല്ലാതാക്കിയിരിക്കുന്നു ഇസ്രായേലി സേന. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ആക്രമണത്തിൽ ഹമാസ് എന്നേക്കുമായി അവസാനിക്കുകയാണ്. ഹമാസ് എന്ന ഭീകര സംഘടന സമ്പൂർണമായി ഇല്ലാതാവുകയാണ്. ഒരു കാലത്ത് ഇസ്രായേലിനെ വിറപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സ്വൈരജീവിതം നഷ്ടപ്പെടുത്തിയിരുന്ന ഹമാസിൻ്റെ സമ്പൂർണ്ണ അന്ത്യം കുറിച്ചിരിക്കുന്നു. നമുക്കറിയാം 2023 ഒക്ടോബർ 7 നൂറുകണക്കിന്, ആയിരക്കണക്കിന് ഹമാസ് ഭീകരന്മാരാണ് ഇസ്രായേലിനുള്ളിൽ നുഴഞ്ഞു കയറിയത്. രാത്രിയിൽ ഉറങ്ങിക്കിടന്ന സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികളെ കൊന്നൊടുക്കി. വീടുകൾക്കുള്ളിൽ ഉറങ്ങിക്കിടന്നവരെ പുറത്ത് തീയിട്ട് ജീവനോടെ ചുട്ടരിച്ചു. നോവ ഫെസ്റ്റിവലിൽ, സംഗീത ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവർക്കെതിരെ തുരുതുര വെടിയുതിർത്തു. റോക്കറ്റുകളും ബോംബുകളും പ്രയോഗിച്ചു. അങ്ങനെ നരനായിട്ട് നടത്തി ഇസ്രായേലിൽ ഹമാസിൻ്റെ കൊടും ഭീകരന്മാർ. ഒടുവിൽ 1400-ലധികം സാധാരണക്കാരെ വധിക്കുകയും 300-ഓളം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു ഹമാസിൻ്റെ ഭീകരന്മാർ. ഈ തട്ടിക്കൊണ്ടുപോയവരെ മാസങ്ങളും വർഷങ്ങളും തങ്ങളുടെ തടങ്കൽ പാളയത്തിൽ വച്ച് പെൺകുട്ടികളെ അടക്കം, സ്ത്രീകളെ അടക്കം മാസങ്ങളോളം, വർഷങ്ങളോളം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. 1 അല്ല 2 അല്ല, നിരവധി ആളുകൾ ബലാത്സംഗം ചെയ്തു. അങ്ങനെ
സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തി. വൃദ്ധരെ വരെ നരകിപ്പിച്ച് പീഡിപ്പിച്ച് വധിച്ചു. ഇസ്രായേൽ സൈനികരെ നരകിപ്പിച്ച് കൊന്നൊടുക്കി. അങ്ങനെ ഹമാസ് നടത്തിയ കൊടും ക്രൂരതകൾക്ക് യാതൊരു കയ്യും കണക്കുമില്ല. അതിനൊക്കെ ഇപ്പോൾ ഇതാ ഇസ്രായേൽ പ്രതികാരം ചെയ്തിരിക്കുന്നു. വർഷങ്ങൾ എടുത്തുകൊണ്ട് ഒക്ടോബർ 7 കൂട്ടക്കൊലയിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെ പോലും ജീവനോടെ അവശേഷിപ്പിക്കാതെ ഇസ്രായേലിൻ്റെ മഹാപ്രതികാരം, ഇസ്രായേലിൻ്റെ കൊടും പ്രതികാരം എന്ന് ഉറപ്പിച്ച് പറയാം. ഇസ്രായേലിന് നൽകിയ വേദന, ഇസ്രായേലിന് നൽകിയ മുറിവിന് ഇസ്രായേൽ പ്രതികാരം ചെയ്തിരിക്കുന്നു. ഹമാസിൻ്റെ അവസാനത്തെ ഭീകരനെ പോലും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ ഇസ്രായേലിൻ്റെ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ.